Hi everyone. Today we are going to discuss the scholarship jacket by Marta Salinas from Unit 4 of 10th Standard English Reader, Flights of Fancy. And this unit comprises of 2 prose and 1 poetry. The scholarship jacket is a short story by Marta Salinas, and a one-act play, The Never Never Nest by Cedric Mount, and a poem named Poetry by Pablo Neruda. So the theme of this unit is self-esteem, value of recognition that we earned without losing our esteem, value of hard work, need of fighting for our rights. നമ്മുടെ ആത്മാഭിമാനം, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടാതെ, കൈമോശം വരാതെ നമ്മൾ നേടിയെടുക്കുന്ന അംഗീകാരങ്ങളുടെ മൂല്യം, നമ്മുടെ കഠിന പ്രയത്നം, പിന്നെന്താണ്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നൊക്കെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു യൂണിറ്റാണ് ഈ ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ വി എൻറ്റർ ഇൻ ടു ദ ചാപ്റ്റർ വി ഹാവ് ടു നോ സംതിങ് അബൌട്ട് ദി ഓഥർ, Marta Salinas. Marta Salinas, born 1949, is a native of Coalinga, California. She graduated in creative writing from the University of California at Irvine. The Scholarship Jacket is one of the several short stories Salinas has published in journals and collections. So Marta Salinas 1949 ജനിച്ചത്. എവിടെയാണ്? കാലിഫോർണിയയിലെ കൊലിംഗ എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെന്താണ്, ഇർവൈനിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ മാതാ സെലീനസിന് ഗ്രാജുവേഷൻ ലഭിച്ചിട്ടുണ്ട്. ജേണൽസിലും ജേണൽസ് ആൻഡ് കളക്ഷൻസിലൊക്കെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് നമ്മുടെ മാതാ സെലീനസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ? Here in this story the narrator speaks about the obstacles she had to encounter to make her dream come true. അപ്പോൾ ഈ സ്റ്റോറിയുടെ നെറേറ്റർ അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന്, നേടുന്നതിന് വേണ്ടി അവൾക്ക് എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്ന് വിവരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful golden and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. So ഇവിടെ the narrator of the story is a girl, a school girl. അപ്പോൾ അവൾ ടെക്സാസ്, അമേരിക്കയിലെ ടെക്സാസിലെ ഒരു ചെറിയ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാകുമ്പോൾ ഒരു ചടങ്ങ് അനുവർത്തിച്ചു വന്നിരുന്നു. പരമ്പരാഗതമായിട്ട് നടത്തി വന്നിരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെ സ്ട്രെയിറ്റ് A+ നേടി ഒന്നാമതായിട്ട് എത്തുന്ന കുട്ടിക്ക് ഒരു ജാക്കറ്റ് നൽകുമായിരുന്നു. എങ്ങനെയുള്ള ജാക്കറ്റായിരുന്നു നൽകുന്നത്? പച്ച നിറവും സ്വർണ്ണ നിറവും കലർന്ന ഒരു ജാക്കറ്റ് പാരിതോഷികമായിട്ട് നൽകാറുണ്ടായിരുന്നു. സോ ട്രഡീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചടങ്ങ് അല്ലേ? എ കസ്റ്റം ഓർ എ ബിലീഫ് ദറ്റ് വാസ് ഡൂയിങ് ഫോർ എ ലോങ് ടൈം, ദറ്റ് വാസ് എക്സിസ്റ്റഡ് ഫോർ എ ലോങ് ടൈം. അതിനെ നമ്മൾ ട്രഡീഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ് വാലിഡിക്ടോറിയൻ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് കിട്ടുന്ന കുട്ടി. ഓക്കെ. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. അപ്പോൾ ജാക്കറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, പച്ച നിറവും സ്വർണ്ണ നിറവും ഒക്കെയുള്ള ജാക്കറ്റാണ്. മാത്രമല്ല
ആ ജാക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് മുൻവശത്തായിട്ട് ഇടതുഭാഗത്ത് എസ് എന്ന് സ്വർണ്ണ നിറത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ ആ കിട്ടുന്ന കുട്ടിയുടെ, ആർക്കാണോ ഈ ജാക്കറ്റ് കിട്ടുന്നത്, ആ കുട്ടിയുടെ പേര് ഇങ്ങനെ ഗോൾഡൻ ലെറ്റേഴ്സിൽ പോക്കറ്റിലും എഴുതിയിട്ടുണ്ടായിരിക്കും. My oldest sister Rosie had won the jacket a few years back and I fully expected to also. I was 14 and in the 8th grade. I had been a straight A student since the first grade and this last year had looked forward very much to owning that jacket. എൻ്റെ മൂത്ത സഹോദരി റോസിക്ക് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജാക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇത് എനിക്കും ലഭിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. മാത്രമല്ല, ഇത് പ്രതീക്ഷിക്കുന്നതിന് ആ കുട്ടിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? അവൾ 1ാം സ്റ്റാൻഡേർഡ് മുതൽ 8ാം സ്റ്റാൻഡേർഡ് വരെയും ക്ലാസ്സിൽ സ്ട്രെയിറ്റ് A+ നേടുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൾക്ക് ഈ ജാക്കറ്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അവൾക്ക് ഉണ്ടായിരുന്നു. My father was a farm laborer who couldn't earn enough money to feed 8 children. So when I was 6, I was given to my grandparents to raise. എൻ്റെ അച്ഛൻ ഒരു കൃഷിത്തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും 8 മക്കളും. ഈ 8 മക്കളെയും കൂടി നോക്കുവാനുള്ള ഒരു കഴിവ് എൻ്റെ അച്ഛനുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പണം അച്ഛനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 6 വയസ്സുള്ളപ്പോൾ എന്നെ എന്ത് ചെയ്തു? മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് കൊണ്ടാക്കി. We couldn't participate in sports at school because there were registration fees, uniform costs and trips out of towns. Even though our family was quite agile and athletic, there would never be a school sports jacket for us. This one, the scholarship jacket, was our only chance. ഇപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം വളരെ ചുറുചുറുക്കുള്ളവരും ബലവാന്മാരും ഒക്കെ ആയിരുന്നെങ്കിലും സ്കൂളിലെ സ്പോർട്സ് ഇനങ്ങൾക്കൊന്നും, കായിക മത്സരങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. കാര്യം എന്താ? കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായിട്ട് രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ യൂണിഫോം ഫീസ്, ടൗണിന് പുറത്തേക്ക് ട്രിപ്പുകളൊക്കെ പോകണം, അതിനായിട്ടുള്ള ഫീസ്, ഇതൊക്കെ കൊടുക്കണമായിരുന്നു. സോ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ ഇസ് എക്സ്പെൻസീവ് അല്ലേ? വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും തന്നെ സ്കൂളിലെ സ്പോർട്സ് ജാക്കറ്റ് ലഭിച്ചിരുന്നില്ല. പിന്നെ ആകെയുള്ളത് എന്താണ്? ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമാണ് അവരുടെ ഒരു പ്രതീക്ഷ. കാരണം എന്താ? സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു, സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതായത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒന്നാമനായിട്ട് പഠിച്ചു വരുന്ന വിദ്യാർത്ഥിക്കുള്ള ഒരു പാരിതോഷികമായിട്ടാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്കൂള് നൽകി പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മാർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റായിരുന്നു. In May, close to graduation, spring fever had struck as usual with a vengeance. No one paid any attention in class. Instead, we stared out of the window and at each other, wanting to speed up the last few weeks of school. അപ്പോൾ മെയ് മാസം എന്ന് പറയുന്നത് വസന്തകാലമാണ്. സീസൺ ചേഞ്ച് കൊണ്ട് എന്താണ്, അന്തരീക്ഷമൊക്കെ നല്ല വാമായിട്ടിരിക്കുകയാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇനി സ്കൂൾ അടയ്ക്കാനായിട്ട് കുറച്ച് ആഴ്ചകളും കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, കുട്ടികളിലെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ കാണപ്പെടുകയാണ്. കാരണം സ്കൂള് അടയ്ക്കാറായി. അതുകൊണ്ട് തന്നെ ആരും ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക്, ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ അന്യോന്യം നോക്കിയിരിക്കുകയോ ഒക്കെ ചെയ്യുകയായിരുന്നു. സോ ഇവിടെ ഒരു ഇഡിയമുണ്ട്, വിത്ത് എ വെഞ്ചൻസ്. വിത്ത് എ വെഞ്ചൻസ് എന്ന് വെച്ചാൽ ടു എ ഗ്രേറ്റർ ഡിഗ്രി ദാൻ എക്സ്പെക്റ്റഡ്, തീവ്രമായിട്ടുള്ള, പ്രതീക്ഷിച്ചതിലും തീവ്രമായിട്ടുള്ള എന്നാണ് ആ ഒരു ഇഡിയത്തിൻ്റെ മീനിങ്. ഐ despaired every time I looked in the mirror. Pencil thin, not a curve anywhere. I was called beanpole and string bean and I knew that's what I looked like. പിന്നെ നമ്മുടെ ഈ നെറേറ്റർ പെൺകുട്ടി
കണ്ണാടിയിലേക്ക് നോക്കാനായിട്ട് അവൾക്ക് ഇഷ്ടമല്ല. തൻ്റെ പ്രതിരൂപം കണ്ണാടിയിൽ കാണുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ല. കാര്യം എന്താ? അവളിങ്ങനെ ഒരു പെൻസിൽ പോലെ വളരെ സ്കിന്നി ആയിട്ട് മെലിഞ്ഞിരിക്കുകയാണ്, വളവുകളൊന്നുമില്ല, ഒരു പെൻസിൽ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കൂട്ടുകാർ ബീൻ പോൾ, സ്ട്രിങ് ബീൻസ് എന്നൊക്കെ കളിയാക്കി വിളിക്കാറുണ്ട്. അവളങ്ങനെ പെൻസിൽ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് കൂട്ടുകാരിങ്ങനെ കളിയാക്കി വിളിക്കുന്നത്. ഡെസ്പെയർ എന്ന് വെച്ചാൽ ടു ലൂസ് ഹോപ്പ്, പ്രതീക്ഷ ഇല്ലാതാകുക, അതിനെ നമ്മൾ ഡെസ്പെയർ എന്ന് പറയുന്നത്. That really wasn't much for a 14-year-old to work with, I thought as I absent-mindedly wandered from my history class to the gym. ഒരു 14 വയസ്സുള്ള പെൺകുട്ടിക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നും അല്ലെങ്കിലും ഹിസ്റ്ററി ക്ലാസ്സിലാണ് അവൾ ഇരിക്കുന്നത്. ഈ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ മനസ്സ് വേറൊരിടത്തേക്ക് പോയി. എങ്ങോട്ടാണ് പോയത്? ജിമ്മിലേക്ക്. ജിമ്മിൽ പോയി എങ്ങനെയെങ്കിലും എൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒന്ന് നന്നാക്കണം എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് പോയി അവളുടെ മനസ്സ്. Another hour of sweating in basketball and displaying my toothpick legs was coming up. ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾ ഓർത്തത് അടുത്ത പീരീഡ് ബാസ്കറ്റ്ബോൾ കളിക്കാനുള്ളതാണ്. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡാണ്. ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് എന്ത് ചെയ്യണം? ഷോർട്സ് ഇടണം. ഷോർട്സ് ഇടുമ്പോൾ അവളുടെ ഈ മെലിഞ്ഞ കാലുകളൊക്കെ പുറത്ത് കാണാം. അവൾക്കാണെങ്കിൽ അവളുടെ ഈ മെലിഞ്ഞ കാലുകൾ, ടൂത്ത് പ്രിക്ക് ലെഗ്സ് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമല്ല. Then I remembered my PE shorts were still in a bag under my desk where I'd forgotten them. അപ്പോൾ ഈ PE ക്ലാസ്സിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് വേറൊരു കാര്യം കൂടി ഓർത്തത്. എന്താണ്? PEക്ക് ഇടാനുള്ള ഷോർട്സ് അവൾ ക്ലാസ്സിൽ ബെഞ്ചിനടിയിൽ ഒരു ബാഗിനുള്ളിൽ മറന്നു വെച്ചിരിക്കുകയാണ്. I had to walk all the way back and get them. Coach Thompson was a real bear if someone wasn't dressed for PE. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ക്ലാസ് വരെ അത് എടുക്കാനായിട്ട് പോകണം. ഈ ഷോർട്സ് ഇട്ടില്ല എങ്കിൽ അവരുടെ ഈ ബാസ്കറ്റ്ബോൾ പരിശീലക വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിനായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ കറക്റ്റായിട്ടുള്ള ആ സ്പോർട്സ് ഡ്രസ്സിൽ വന്നില്ലെങ്കിൽ അവരൊരു കരടിയെ പോലെ ആകുമായിരുന്നു. എന്ന് വെച്ചാൽ അവർ വളരെയധികം ദേഷ്യപ്പെടുകയും അവരെ പണിഷ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് ക്ലാസ്സിൽ പോയി ആ ഷോർട്സ് എടുത്താലേ പറ്റുള്ളൂ. She had said I was a good forward and even tried to talk grandma into letting me join the team once. Of course, grandma said no. അപ്പോൾ നമ്മുടെ ബാസ്കറ്റ്ബോൾ പരിശീലകയായ തോംസൺ മാഡത്തിന് നമ്മുടെ ഈ പെൺകുട്ടിയെ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അവൾ നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളെ ആ ഒരു ടീമിൽ ചേർക്കണമെന്നുള്ള ഒരു അഭിപ്രായം നമ്മുടെ പരിശീലകയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ എന്ത് ചെയ്തു? നമ്മുടെ പരിശീലക നമ്മുടെ പെൺകുട്ടിയുടെ അമ്മുമ്മയോട് ഈ കാര്യം പറഞ്ഞു. അവൾ നല്ലോണം ബാസ്കറ്റ്ബോളൊക്കെ കളിക്കുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ ടീമിൽ ചേർക്കണമെന്ന ആവശ്യം അമ്മുമ്മയോട് പറഞ്ഞു. പക്ഷെ അമ്മുമ്മ തീർച്ചയായിട്ടും എന്ത് പറഞ്ഞു? നോ. കാരണം എന്താ? സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ വളരെ എക്സ്പെൻസീവാണ് സ്കൂളിൽ, അവർക്കത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഗ്രാൻഡ് മദർ, മുത്തശ്ശി അതിന് സമ്മതം നൽകിയില്ല. I was almost back at my classroom door when I heard voices raised in anger as if in some sorts of argument. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഷോർട്സ് എടുക്കാനായിട്ട് എൻ്റെ ക്ലാസ് മുറിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ക്ലാസ്സിനകത്ത് ആരൊക്കെയോ ഇങ്ങനെ ദേഷ്യത്തിൽ പരസ്പരം തർക്കിക്കുന്നുണ്ട്. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഞാൻ അവിടെ തന്നെ നിന്നു. അവരുടെ സംഭാഷണം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഒളിഞ്ഞിരുന്ന് കേൾക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് ഷോർട്സ് എടുക്കുകയും വേണം, ക്ലാസ്സിലോട്ട് കയറണം. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനവിടെ നിന്നു. I needed those shorts and I was going to be late, but I didn't want to interrupt an argument between my teachers. അപ്പോൾ എനിക്ക് എത്രയും വേഗം ഷോർട്സ് എടുത്തിട്ട് എൻ്റെ പരിശീലനത്തിന് പോകണം. തോംസൺ മാഡം വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും വേഗം ഷോർട്സ് എടുത്ത് എൻ്റെ പരിശീലനത്തിന് പോകണം. സമയം താമസിക്കുകയും ചെയ്തു. എന്നാൽ അധ്യാപകർ തർക്കിക്കുന്നതിൻ്റെ ആ സംഭാഷണത്തിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. I recognized the voices. Mr. Smith, my history teacher, and Mr. Boone, my math teacher.
They seem to be arguing about me. ഞാനിങ്ങനെ പുറത്ത് നിൽക്കുകയാണല്ലോ, അകത്തേക്ക് കയറാനും വയ്യ, എന്നാൽ കയറുകയും വേണം. പെട്ടെന്ന് ഈ ശബ്ദങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒന്ന് മിസ്റ്റർ സ്മിത്ത്, അവളുടെ ഹിസ്റ്ററി ടീച്ചറും ചരിത്ര അധ്യാപകനും. മറ്റേത് മിസ്റ്റർ ബൂൺ, അവളുടെ ഗണിത ശാസ്ത്ര അധ്യാപകനുമായിരുന്നു. മാത്രമല്ല ഇവർ രണ്ടുപേരും കൂടി തർക്കിക്കുന്നത് ആരുടെ പേരിലാണ്? നമ്മുടെ ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് രണ്ടുപേരും തർക്കിക്കുന്നത്. I couldn't believe it. I still remember the feeling of shock that rooted me flat against the wall as if I were trying to blend with the graffiti written there. അപ്പോൾ ടീച്ചേഴ്സ് നമ്മുടെ ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് തർക്കിക്കുന്നത്. ഇത് കേട്ടതും അവളാകെ ഞെട്ടിപ്പോയി. ഇപ്പോഴും അവൾ ഓർക്കുന്നുണ്ട് അവളുടെ ആ ഒരു ഫീലിങ്സ് അല്ലേ, അത് കേൾക്കുമ്പോഴുള്ള ഫീലിങ്സ് എങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ചുവരിലെല്ലാം ഗ്രഫീറ്റി ഉണ്ടായിരുന്നു. ഗ്രഫീറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദ റൈറ്റിംഗ് ഓൺ ദ വോൾ, ചുവരിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളും ആ അക്ഷരങ്ങളോട് ചേരുന്നത് പോലെ അവൾക്ക് തോന്നി. അതായത് അതിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കണം, അതിലേക്ക് ചേർന്ന് നിൽക്കുന്നു. ആ അക്ഷരങ്ങൾ പോലെ അവളും ആ വോളിലേക്ക് ചേരുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I won't lie or falsify records. Martha has a straight A+ average and you know it. That was Mr. Smith and he sounded very angry. അപ്പോൾ എന്താണ്, മിസ്റ്റർ സ്മിത്തും ബൂണും തമ്മിൽ തർക്കിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ആ തർക്കം എന്നാണ് ഇവിടെ പറയുന്നത്. അത് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അവളുടെ അച്ഛൻ ആരാണ് എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവളുടെ മാർക്കുകൾ മാർത്തയുടേതുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ ഒരു തരത്തിലും റെക്കോർഡുകളിൽ കൃത്രിമത്വം കാണിക്കില്ല, മാർക്കിൽ കൃത്രിമത്വം കാണിക്കില്ല. മാർത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെ A+ നേടുന്ന കുട്ടിയാണ്. അത് നിങ്ങൾക്കും അറിയാമല്ലോ. ഇത് പറയുന്നത് ആരാണ്? മിസ്റ്റർ സ്മിത്ത് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി. അപ്പോൾ നമുക്കിപ്പോൾ പെൺകുട്ടിയുടെ പേരറിയാം, എന്താണ്? മാർത്ത. അപ്പോൾ മാർത്തയാണ് നമ്മുടെ നെറേറ്റർ പെൺകുട്ടി. ഈ മാർത്തയുടെ ഹിസ്റ്ററി അധ്യാപകനാണ് ഈ വാക്കുകൾ പറയുന്നത്. ഫോൾസിഫൈ എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് സംതിങ് ഫോൾസ് ബൈ ആഡിങ് ടു ഓർ ചേഞ്ചിങ് ഇറ്റ്. കൃത്രിമത്വം കാണിക്കുക, കൃത്രിമമായിട്ട് രേഖകൾ ഉണ്ടാക്കുക, ഇതിനെ നമ്മൾ ഫോൾസിഫൈ എന്ന് പറയുന്നത്. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മിസ്റ്റർ സ്മിത്ത്, അതായത് മാർത്തയുടെ ഹിസ്റ്ററി അധ്യാപകൻ, മാർത്തയുടെ ഫേവറിലാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. ലുക്ക്, ജോൺസ് ഫാദർ ഇസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ്. അടുത്തതായിട്ട് മിസ്റ്റർ സ്മിത്ത് പറയുന്നത് നമുക്ക് മനസ്സിലായല്ലേ, മാർത്തയുടെ ഫേവറിലാണ് മിസ്റ്റർ സ്മിത്ത് സംസാരിക്കുന്നത്. എന്നാൽ മിസ്റ്റർ ബൂൺ എന്താണ് പറയുന്നത്? വേറൊരു കുട്ടിയുടെ ഫേവറിലാണ് മിസ്റ്റർ ബൂൺ, അതായത് മാത്തമാറ്റിക്സ് അധ്യാപകൻ സംസാരിക്കുന്നത്. ആ കുട്ടിയുടെ പേര് ജോവാൻ എന്നാണ്. ആ കുട്ടിയുടെ അച്ഛൻ ബോർഡിലെ അവരുടെ സ്കൂൾ ബോർഡിലെ ഒരംഗമാണ്, വളരെ റിച്ച് ആയിട്ടുള്ള മനുഷ്യനാണ്. ആ ടൗണിൽ ഒരേ ഒരു ഷോപ്പുള്ളത് ഈ ജോവാൻ്റെ ഫാദറിനാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാർത്തയോട് എന്ത് പറയാം? അതൊരു ക്ലോസ് ടൈ ആയിരുന്നു. അതായത് ജോവാനും മാർത്തയും ഇതിൻ്റെ ക്ലോസ് ടൈ ആയിട്ട് വന്നതിൽ വിജയിച്ചത് ജോവാനാണെന്ന് പറഞ്ഞാലോ എന്നാര് പറഞ്ഞു? മിസ്റ്റർ ബൂൺ, ദ മാത്തമാറ്റിക്സ് ടീച്ചർ. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ആ രണ്ട് ടീച്ചേഴ്സിൻ്റെയും ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അപ്പോൾ മിസ്റ്റർ സ്മിത്ത്, മാർത്തയുടെ ഹിസ്റ്ററി അധ്യാപകൻ, ഹി റെഫ്യൂസ് ടു ലൈ or falsify records. He could not see the exploitation of any student on the basis of money. So from this conversation we could understand that Mr. Smith is a man of good personality. He was a man of principles. അല്ലേ? എന്നാൽ മിസ്റ്റർ ബൂണോ, he is in favor of a rich board member's daughter. He is a biased teacher. He's not an honest teacher. Okay, the pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican, resign, won't do it. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട്
നമ്മുടെ മാർത്ത പുറത്ത് നിൽപ്പുണ്ട്. അവളിങ്ങനെ ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. മാത്രമല്ല അവളുടെ ചെവിയിൽ ഇപ്പോൾ ഒരു മൂളൽ ശബ്ദം പോലെ, എന്തോ ഇടിക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആണ് അവൾക്ക്. അവൾക്ക് പറയുന്ന വേർഡ്സ് ഇവിടുന്നൊക്കെ ഉള്ള ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ അവൾ കേൾക്കുന്നുള്ളൂ. ഒന്നും പൂർണ്ണമായിട്ട് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നമ്മുടെ മാർത്ത. അവൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്? മാർത്ത മെക്സിക്കനാണ്, റിസൈൻ ചെയ്യും, ഐ വോണ്ട് ഡു ഇറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് വേർഡ്സ് മാത്രമേ ഇപ്പോൾ മാർത്തയ്ക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. Mr. Smith came rushing out and luckily for me went down the opposite way towards the auditorium, so he didn't see me. അപ്പോൾ ഈ തർക്കത്തിനിടയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹിസ്റ്ററി അധ്യാപകൻ മിസ്റ്റർ സ്മിത്ത് ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു. പക്ഷെ ഭാഗ്യത്തിന് മാർത്ത നിന്ന ഭാഗത്തിന് എതിരായിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്തേക്കാണ് അദ്ദേഹം നടന്നുപോയത്. അതുകൊണ്ട് മാർത്ത എവിടെ നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. Shaking, I waited a few minutes and then went in and grabbed my bag and fled from the room. അപ്പോൾ കുറച്ച് സമയം വിറയലോടെ ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അകത്തേക്ക് കയറിയില്ല. പെട്ടെന്ന് അകത്തേക്ക് കയറി ചെന്നാൽ മിസ്റ്റർ ബൂൺ റൂമിനകത്ത് തന്നെയുണ്ട്, ക്ലാസ് റൂമിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ക്ലാസ്സിൽ കയറിയിട്ട് എൻ്റെ ബാഗും ഇങ്ങനെ എടുത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി. ഗ്രാബ് എന്ന് വെച്ചാൽ എന്താണ്? ടു സീസ് സിഡൻലി, പെട്ടെന്ന് കടന്നു പിടിക്കുക, അതിന് നമ്മൾ ഗ്രാബ് എന്ന് പറയും. ഓക്കെ. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ ബട്ട് ഡിഡ്ന്റ് സേ എനിത്തിങ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴേക്കും മിസ്റ്റർ ബൂൺ അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ മാത്തമാറ്റിക്സ് ടീച്ചർ അവിടെ ഇരിപ്പുണ്ട്. മാർത്തയെ ഒന്ന് നോക്കി, തലയുയർത്തി ഒന്ന് നോക്കി, പക്ഷേ ഒന്നും തന്നെ സംസാരിച്ചില്ല. To this day, I don't remember if I got in trouble in PE for being late or how I made it through the rest of the afternoon. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് അവൾ PE ക്ലാസ്സിന് പോയിട്ട് താമസിച്ചു അല്ലേ, പക്ഷെ അതിന് ശിക്ഷ ലഭിച്ചോ എന്നോ ബാക്കിയുള്ള ആഫ്റ്റർനൂൺ, ആ ദിവസത്തെ ആ ഒരു ഉച്ച സമയം അവൾ എങ്ങനെ കഴിച്ചു കൂട്ടി എന്നുള്ളതോ എന്നൊന്നും അവൾക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. I went home very sad and cried into my pillow that night so grandmother wouldn't hear me. അന്നത്തെ ദിവസം പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് പോയി. വളരെ വിഷമിച്ച് സാഡായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. മാത്രമല്ല അന്ന് രാത്രി മുഴുവൻ തലയിണയിൽ ഇങ്ങനെ മുഖമമർത്തി കരഞ്ഞു. എന്തിനാണ് തലയിണയിൽ മുഖമമർത്തി കരയുന്നത്? ഗ്രാൻഡ് മദറിൻ്റെ അടുത്താണ് നമ്മുടെ മാർത്ത കിടക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് മദർ തൻ്റെ കരച്ചിൽ കേൾക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട് ആ തലയണയിൽ ഇങ്ങനെ മുഖമമർത്തി അവൾ ആ രാത്രി മുഴുവൻ കരഞ്ഞു. It seemed a cruel coincidence that I had overheard that conversation. The next day, when the principal called me into his office, I knew what it would be about. അപ്പോൾ മാർത്ത ആ സംഭാഷണം കേൾക്കാനിടയായത് ഒരു കോയിൻസിഡൻസ് ആയിരുന്നു, അല്ലെ, ഒരു യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അവളത് പറയുന്നത് എങ്ങനെയാണ്, അവളത് പറയുന്നത് എങ്ങനെയാണ്, വളരെ വേദനാജനകമായിട്ടുള്ള ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു അത്. പിറ്റേ ദിവസം അവൾ സ്കൂളിലേക്ക് ചെന്നു. അപ്പോൾ പ്രിൻസിപ്പൾ അവളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. മാർത്തയെ ആ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് വരാനായിട്ട് വിളിപ്പിച്ചു. പക്ഷെ കാര്യം എന്താണ്, പ്രിൻസിപ്പൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാമായിരുന്നു? മാർത്തയ്ക്ക് അറിയാമായിരുന്നു. കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഫാക്ട് ഓഫ് ടു തിങ്സ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം ബൈ ചാൻസ്. യാദൃശ്ചികമായിട്ട് നടക്കുന്ന രണ്ട് സംഭവങ്ങൾ, അതിനെ നമ്മൾ കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. He looked uncomfortable and unhappy. I decided I wasn't going to make it any easier for him, so I looked him straight in the eyes. He looked away and fidgeted with the papers on his desk. അപ്പോൾ മാർത്ത പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് എത്തി. അവിടെ പ്രിൻസിപ്പളുണ്ട്. ആ പ്രിൻസിപ്പൽ വളരെ അൺഹാപ്പി ആയിട്ടിരിക്കുകയാണ്, വളരെ അസന്തുഷ്ടനായിട്ട്, ഒരു അസ്വസ്ഥനായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ മാർത്ത ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ്? പ്രിൻസിപ്പൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് മാർത്ത ഊഹിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യം പ്രിൻസിപ്പൾ ഒരിക്കലും ഈസി ആയിട്ട് എന്നെ നോക്കി പറയരുത്, അനായാസമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയരുത്. അതുകൊണ്ട് തന്നെ മാർത്ത നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കി. ഇപ്പോൾ പ്രിൻസിപ്പളാണെങ്കിൽ ആകെ നെർവസ് ആയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും പ്രിൻസിപ്പൾ ഇങ്ങനെ അസന്തുഷ്ടനായിട്ടും
അസ്വസ്ഥനായിട്ടൊക്കെ ഇരിക്കുന്നത്, നെർവസ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്? ബിക്കോസ് ഹി ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡു എ റോങ് തിങ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പലിന് അറിയാം അദ്ദേഹം ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം വളരെ നെർവസ് ആയിട്ട് ഇരിക്കുന്നത്. മാത്രമല്ല ആ മാർത്ത ഇങ്ങനെ പ്രിൻസിപ്പളിനെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം ആണെങ്കിൽ ഡെസ്കിലുള്ള കുറേ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ഒരു പിരിമുറുക്കത്തോടെ അതൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫിജിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു മൂവ് യുവർ ബോഡി, ഹാൻഡ്സ് ഓർ ലെഗ്സ് ബിക്കോസ് യു ആർ ടു എക്സൈറ്റഡ് ഓർ നെർവസ്. ഇങ്ങനെ നമ്മൾ അസ്വസ്ഥമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റെടുത്ത് വെക്കുക, അതിനെ നമ്മൾ ഫിജിറ്റ് എന്ന് പറയുന്നത്. Martha, he said, there's been a change in policy this year regarding the scholarship jacket. As you know, it has always been free. He cleared his throat and continued. This year, the board has decided to charge $15, which still won't cover the complete cost of the jacket. അവസാനം നമ്മുടെ പ്രിൻസിപ്പൾ കാര്യം പറഞ്ഞു തുടങ്ങി. മാർത്തയോട് കാര്യം പറഞ്ഞു. എന്താണ്? ആ വർഷം വരെ, കഴിഞ്ഞ വർഷം വരെ സ്കോളർഷിപ്പ് ജാക്കറ്റ് സൗജന്യമായിട്ട് ആണ് നൽകിയിരുന്നതെന്ന് മാർത്തയ്ക്ക് അറിയാമല്ലോ. പക്ഷേ ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടി ഇപ്പോൾ ആ ഒരു പോളിസിയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ആ ഒരു നിയമത്തിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ആ ചേഞ്ച്? ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണമെങ്കിൽ അതിന് $15 നൽകണം. ഈ $15 എന്ന് പറയുന്നത് ആ ജാക്കറ്റിൻ്റെ ഒരു വിലയുടെ ഒരു മിനിമം ആണ്. ജാക്കറ്റ് അതിനേക്കാളും കൂടിയ വിലയുള്ള ജാക്കറ്റാണ്. എങ്കിലും $15 നൽകിയാൽ മാത്രമേ ജാക്കറ്റ് നൽകുകയുള്ളൂ എന്ന് ബോർഡ് മെമ്പേഴ്സ് തീരുമാനിച്ചു എന്ന് നമ്മുടെ പ്രിൻസിപ്പൽ മാർത്തയോട് പറഞ്ഞു. I stared at him in shock and a small sound of dismay escaped my throat. I hadn't expected this. He still avoided looking in my eyes. മാർത്ത ഇത് കേട്ടതും ഞെട്ടിപ്പോയി. ഈ $15 സ്കോളർഷിപ്പ് ജാക്കറ്റിന് നൽകണമെന്ന് പറഞ്ഞതും മാർത്ത ആകെ ഞെട്ടലോടെ ഇങ്ങനെ നമ്മുടെ പ്രിൻസിപ്പളിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ പിന്നെന്താണ്, അവളിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഒരു നിരാശയോടുകൂടിയുള്ള എന്തോ ഒരു സൗണ്ട് പുറത്തേക്ക് വന്നതല്ലാതെ വേറൊന്നും തന്നെ അവൾക്ക് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പ്രിൻസിപ്പളാണെങ്കിലോ ഇപ്പോഴും മാർത്തയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം പ്രിൻസിപ്പൾ മാർത്തയുടെ കണ്ണുകളിലേക്ക് നോക്കാത്തത്? ബിക്കോസ് ഹി മൈറ്റ് ബി ഗിൽറ്റി ഓഫ് വാട്ട് ഹി വാസ് ഡൂയിങ് അല്ലേ? So, if you are unable to pay the $15 for the jacket, it will be given to the next one in line. I didn't need to ask who that was. എന്നിട്ട് പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞു? $15 നിനക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ജാക്കറ്റ് അടുത്ത ആളിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാരാണെന്ന് നമ്മുടെ മാർത്തയ്ക്ക് അറിയാമല്ലേ? അത് മാർത്തയ്ക്ക് ചോദിക്കാതെ തന്നെ അതാരാണെന്ന് അറിയായിരുന്നു. ആരായിരുന്നു അത്? ജോവാൻ അല്ലേ? ഒരു റിച്ച് ഫാമിലിയിലുള്ള അമേരിക്കൻ. Standing with all the dignity I could muster, I said, I will speak to my grandfather about it, sir, and let you know tomorrow. അപ്പോൾ ഇത് കേട്ടിട്ട് മാർത്ത എന്ത് ചെയ്തു? പതുക്കെ വളരെ ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇതേക്കുറിച്ച് ഞാൻ എൻ്റെ മുത്തച്ഛനോട് ചോദിച്ചിട്ട് വിവരം താങ്കളെ നാളെ അറിയിക്കാം എന്ന് പറഞ്ഞു. I cried on the walk home from the bus stop. The dirt road was a quarter mile from the highway, so by the time I got home, my eyes were red and puffy. അന്നും നമ്മുടെ മാർത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട് വരെ കരഞ്ഞു. മാത്രമല്ല ഈ റോഡെന്ന് പറയുന്നത് മൺപാതയാണ്, ഫുള്ള് പൊടിയാണ് ആ റോഡിൽ. അപ്പോൾ കരയുന്ന കൂട്ടത്തിൽ തന്നെ ഈ പൊടിയെല്ലാം കൂടെ കണ്ണിലേക്ക് കയറിയിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും ആ മാർത്തയുടെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് തടിച്ച് റെഡ് കളറായിട്ട് ഇരിക്കുകയായിരുന്നു. Where is Grandpa? I asked Grandma, looking down at the flower so she wouldn't ask me why I'd been crying. She was sewing on a quilt as usual and didn't look up.
അപ്പോൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ മുത്തശ്ശി പതിവ് പോലെ ഈ ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ മെത്തയ്ക്കൊക്കെ അടിക്കുന്ന തുണി, നല്ല തിക്കായിട്ടുള്ളൊരു കവറിങ് ആണ് ബെഡിന് ഇടുന്നത്, അതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർത്ത ചെന്ന ഉടനെ ചോദിച്ചു, മുത്തശ്ശൻ എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പം മാർത്ത തറയിൽ നോക്കിക്കൊണ്ടാണ് മുത്തശ്ശിയോട് ഈ കാര്യം ചോദിക്കുന്നത്. കാര്യം എന്താ, മാർത്തയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുമന്ന് വീർത്തിരിക്കുകയാണല്ലേ കരഞ്ഞിട്ട്. അപ്പോൾ മാർത്ത എന്തിനാണ് കരഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കരുത്, മുത്തശ്ശി കാണാൻ പാടില്ല. അതുകൊണ്ടാണ് അവൾ തറയിലേക്ക് നോക്കി സംസാരിച്ചത്. എന്നാൽ മുത്തശ്ശിയാണെങ്കിലോ ഈ മെത്ത കവറ് തുന്നിക്കൊണ്ടിരിക്കുന്നത് കാരണം അവളെ തല ഉയർത്തി നോക്കിയില്ല. I think he is out back walking in the bean field. എന്നിട്ട് മുത്തശ്ശി എന്ത് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് മുത്തശ്ശൻ ബീൻ പാടത്തിൽ നിന്ന് പണി ചെയ്യുകയാണ് എന്ന്. I went outside and looked out at the fields. There he was. I could see him walking between the rows, his body bent over the little plants, hoe in hand. ഞാൻ പുറത്തേക്ക് പോയിട്ട് ആ പാടത്തേക്ക് നോക്കി. മുത്തശ്ശൻ അവിടെ ഉണ്ട്. മുത്തശ്ശൻ എന്ത് ചെയ്യുകയാണ്, ബീൻ പയർ ചെടികൾ, ഇങ്ങനെ ചെറിയ പയർ ചെടികളുടെ അതിലിങ്ങനെ കുനിഞ്ഞു നിന്ന്, ആ പാടത്ത് കുനിഞ്ഞു നിന്ന് പണി ചെയ്യുകയാണ്. പിന്നെ മുത്തച്ഛൻ്റെ കയ്യിൽ എന്തുണ്ട്, ഹോ എന്ന് പറഞ്ഞാൽ തൂമ്പ, മൺവെട്ടി, അതും ഉണ്ടായിരുന്നു. I walked slowly out to him, trying to think how I could best ask him for the money. There was a cool breeze blowing and a sweet smell of mesquite fruit in the air, but I didn't appreciate it. ഞാൻ പതുക്കെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നടന്നു. ഈ നടന്നു പോയപ്പോൾ എൻ്റെ ചിന്ത എന്തായിരുന്നു, എങ്ങനെയും ഈ ജാക്കറ്റ് വാങ്ങാനുള്ള പണം മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പതുക്കെ നമ്മുടെ മാത്ത പാടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പാടത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റത്ത് ഈ മസ്കീറ്റ് മരങ്ങളിൽ നിന്നുള്ള മസ്കീറ്റ് മരത്തിലെ ഫ്രൂട്ട്സിൻ്റെ മണം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആസ്വദിക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല, മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. മാർത്തയ്ക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, എന്താണ്, എങ്ങനെയും എനിക്ക് ആ ജാക്കറ്റ് കിട്ടണം, അതിനുള്ള പണം മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. മസ്കീറ്റ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ഒരു ട്രീ ആണ്. അതിലിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, I kicked at a dirt clod. I wanted that jacket so much. It was more than just being a valedictorian and giving a little thank you speech for the jacket on the graduation night. It represented 8 years of hard work and expectation. പിന്നെ മാർത്ത ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഈ മൺകട്ടകളായിട്ട് കിടപ്പുണ്ട്. അതിലൊക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ നടന്ന് ചെല്ലുകയാണ്. അവൾക്ക് ആ ജാക്കറ്റ് എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ ആ ഒരു വേദിയിൽ ചെന്ന് അത് വാങ്ങിയിട്ട് ഒരു നന്ദി പ്രസംഗം നടത്തണം എന്നുള്ളതൊന്നും അല്ല അവൾക്ക് ഇമ്പോർട്ടൻറ്റ്. ആ ജാക്കറ്റ് എന്ന് പറയുന്നത് അവളുടെ 8 വർഷത്തെ പരിശ്രമത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു സിമ്പലാണ്. ഇപ്പോൾ 1st സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെ ഒരു സ്ട്രെയിറ്റ് A+ നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെന്താണ്, വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം, ഡിലിജൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ കഠിന പ്രയത്നം നടത്തിയാണ് മാർത്ത ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുന്നതിന് വേണ്ടി ആ ഒരു പ്രതീക്ഷയിലാണ് അവൾ ഇത്രയും നാൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ജാക്കറ്റ് എന്ന് പറയുന്നത് അവൾക്ക് നേടിയേ പറ്റുള്ളൂ. I knew I had to be honest with Grandpa. It was my only chance. He saw my shadow and looked up. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുത്തശ്ശനോട് ഇതിനെക്കുറിച്ച് വളരെ സത്യസന്ധമായിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ അവളിങ്ങനെ നടന്നു വരുന്ന, അവളിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അവളുടെ നിഴൽ കണ്ടിട്ട് ഗ്രാൻഡ്പ കുനിഞ്ഞ് നിൽക്കുകയല്ലേ, അവളുടെ നിഴൽ കണ്ടിട്ട് പതിയെ ഇങ്ങനെ അവളെ നോക്കി. He waited for me to speak. I cleared my throat nervously and clasped
my hands behind my back so he wouldn't see them shaking. Grandpa, I have a big favor to ask you, I said in Spanish, the only language he knew. മുത്തശ്ശൻ ഇങ്ങനെ നിശബ്ദനായിട്ട് അവളെ നോക്കി നിൽക്കുകയാണ് എന്താണ് പറയുന്നത് അറിയാനായിട്ട്. നമ്മുടെ മാർത്തയാണെങ്കിൽ വളരെ നെർവസായിട്ട് ഇങ്ങനെ ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് തൻ്റെ കൈകളിങ്ങനെ പുറകെ കെട്ടി. എന്തിനാണ്? കൈകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അത് മുത്തശ്ശൻ കാണാതിരിക്കുവാനായിട്ട് പുറകിലിങ്ങനെ കെട്ടിയിട്ട് മുത്തശ്ശനോട് സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് മാർത്ത എന്ത് പറഞ്ഞു? മുത്തശ്ശ, ഞാനൊരു സഹായം, ഒരു ഫേവർ ചോദിക്കുവാനായിട്ടാണ് മുത്തശ്ശൻ്റെ അടുത്ത് വന്നത്. അവൾ സ്പാനിഷ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. കാരണം മുത്തശ്ശന് ആ ഒരു ലാംഗ്വേജ് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾ സ്പാനിഷ് ഭാഷയിലാണ് ഇത് ചോദിച്ചത്. He still waited silently. I tried again. Grandpa, this year the principal said the scholarship jacket is not going to be free. It's going to cost $15 and I have to take the money in tomorrow. Otherwise, it will be given to someone else. ഇപ്പോൾ മുത്തശ്ശൻ ഇത് കേട്ടിട്ടും എന്താ കാര്യമൊന്നും ചോദിച്ചില്ല. നിശബ്ദനായിട്ട് തന്നെ നിൽക്കുകയാണ്. മാർത്ത സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മാർത്ത കാര്യം പറഞ്ഞു തുടങ്ങി. എന്താണ്? മുത്തശ്ശ, ഇന്ന് പ്രിൻസിപ്പൽ എന്നെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ അല്ല, സൗജന്യമായിട്ട് കിട്ടില്ല. അതിന് $15 നൽകണം. മാത്രമല്ല നാളെ തന്നെ ഞാൻ ആ പണം സ്കൂളിൽ കൊണ്ട് കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ഈ ജാക്കറ്റ് മറ്റാർക്കെങ്കിലും കൊടുക്കും. The last words came out in an eager rush. Grandpa straightened up tiredly and leaned his chin on the hoe handle. അപ്പോൾ അവസാനം ഇത് നാളെ തന്നെ കൊടുത്തില്ല എങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് പറഞ്ഞത്. അക്ഷമയോടുകൂടി വളരെ വേഗത്തിലാണ് പറഞ്ഞത്. മുത്തച്ഛൻ ഇപ്പോഴും ഒന്നും പറഞ്ഞില്ല. വളരെ ക്ഷീണത്തോടു കൂടി ഒന്ന് നിവർന്നു നിന്നു. എന്നിട്ട് തൻ്റെ താടി ഇങ്ങനെ തൂമ്പയുടെ പിടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ആര്? നമ്മുടെ ഗ്രാൻഡ് പാ. He looked out over the field that was filled with the tiny green bean plants. I waited desperately, hoping he would say I could have the money. എന്നിട്ട് തൂമ്പയുടെ പിടിയിൽ ഇങ്ങനെ മുഖമൊക്കെ വെച്ചിട്ട് ഈ പയറ് നിറഞ്ഞു കിടക്കുന്ന ആ പാടത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഗ്രാൻഡ് പാ. മാർത്തയാണെങ്കിലും വളരെ ഈഗറായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഞാൻ നിനക്ക് പണം തരാം എന്ന് മുത്തശ്ശൻ പറയും എന്നുള്ള പ്രതീക്ഷയിൽ മാർത്ത ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. He turned to me and asked quietly, "What does a scholarship jacket mean?" പിന്നെ മുത്തച്ഛൻ എന്ത് ചെയ്തു? പതുക്കെ മാർത്തയുടെ നേരെ നോക്കി. എന്നിട്ട് വളരെ ശാന്തമായിട്ടുള്ള സ്വരത്തിൽ ചോദിച്ചു, എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് വെച്ചാൽ? I answered quickly, maybe there was a chance. It means you have earned it by having the highest grades for 8 years and that's why they are giving it to you. Too late, I realized the significance of my words. അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ അതിന് ഉത്തരം പറഞ്ഞു. കാര്യം എന്താ? പണം കിട്ടാൻ എന്തോ ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശൻ എന്താണെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? 8 വർഷം കഴിഞ്ഞ 8 വർഷവും ക്ലാസ്സിൽ ഒന്നാമതായിട്ട് A+ നേടുന്ന കുട്ടിക്ക് സ്കൂളിൽ നിന്ന് പാരിതോഷികമായിട്ട് നൽകുന്ന ഒരു അംഗീകാരമാണ് നമ്മുടെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ഈ വാക്കുകൾ മാർത്ത പറഞ്ഞതിന് ശേഷമാണ് മാർത്തയ്ക്ക് തൻ്റെ വാക്കുകളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലായത്. എന്തായിരുന്നു ആ വാക്കുകളുടെ പ്രാധാന്യം? സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു അംഗീകാരമാണല്ലേ. എന്നാലത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനമാണോ? ഒരിക്കലും അല്ല. ആ ഒരു കാര്യം പെട്ടെന്ന് മാർത്തയ്ക്ക് മനസ്സിലായി. Grandpa knew that I understood it was not a matter of money. It wasn't that. മുത്തശ്ശൻ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശനും ഒരു കാര്യം മനസ്സിലായി. എന്താണ്? സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും
പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനമല്ല എന്ന് മാർത്തയ്ക്ക് മനസ്സിലായി എന്ന് മുത്തച്ഛൻ അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവളുടെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ മുത്തച്ഛന് മനസ്സിലായി. He went back to hoeing the weeds that sprang between the delicate little bean plants. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും അദ്ദേഹത്തിൻ്റെ പണിയിലേക്ക് തിരികെ പോയി. എന്താണ്? കുനിഞ്ഞു നിന്നിട്ട് ഈ കളകൾ നീക്കം ചെയ്യുന്നതിനായിട്ട് മുത്തശ്ശൻ തിരികെ പോയി. It was a time-consuming job. Sometimes the small shoots were right next to each other. Finally, he spoke again as I turned to leave crying. അപ്പോൾ ഈ കളകൾ നീക്കം ചെയ്യുക, പയർച്ചെടിയുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ കളകൾ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ചെടിയുടെ ഈ മുളകൾ തമ്മിൽ ഇങ്ങനെ അന്യോന്യം ചേർന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സമയം കൊല്ലുന്നൊരു പ്രവൃത്തിയാണ്. അപ്പം മുത്തശ്ശൻ ഈ കള നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങി. അപ്പം മുത്തച്ഛൻ പതിയെ എന്നോട് സംസാരിച്ചു. Then if you pay for it, Marta, it's not a scholarship jacket, is it? Tell your principal I will not pay the $15. മുത്തച്ഛൻ എന്താ പറഞ്ഞത്? മാർത്ത, ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് പണം കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്താകില്ല, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകില്ല അല്ലേ? അതുകൊണ്ട് നീ നിൻ്റെ പ്രിൻസിപ്പളിനോട് പറയണം, ഞാൻ $15 ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടിയിട്ട് നൽകില്ല. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് വളരെ ഹി വാസ് എ മാൻ ഓഫ് സബ്ലൈം ആൻഡ് elevated character, and he is straightforward and a hard working man, so he did not want to pay for something that you earned with your hard work and determination, alle? So he refused to pay $15 for the scholarship jacket. I walked back to the house and locked myself in the bathroom for a long time. I was angry with my grandfather, even though I knew he was right, and I was angry with the both whoever they were. Why did they have to change the rules just when it was my turn to win the jacket? മാർത്ത വളരെ ദുഃഖിതയായിട്ട് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് കുളിമുറിയിൽ കയറി താഴിട്ട് പൂട്ടി. അവിടെ കുറേ സമയം നിന്നു. അവൾക്ക് വളരെ വിഷമമുണ്ടല്ലേ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് സത്യമാണ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒരിക്കലും പണം കൊണ്ട് നേടേണ്ടതല്ല എന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞത് സത്യമാണെന്ന് മാർത്തയ്ക്ക് അറിയാം. എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് കിട്ടില്ല എന്ന് വരുമ്പോൾ നമുക്കായാലും വിഷമവും ദേഷ്യവും ഒക്കെ വരും അല്ലേ. അപ്പോൾ അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ആളുകളോടും നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ പോലും അത് മാർത്തയ്ക്ക് അറിയാമെങ്കിലും മുത്തശ്ശനോട് മാർത്തയ്ക്ക് വളരെ ദേഷ്യം തോന്നി. മാത്രമല്ല സ്കൂളിലെ ബോർഡ് മെമ്പേഴ്സിനോടും ആരൊക്കെയുണ്ടോ അവരോടെല്ലാം മാർത്തയ്ക്ക് ദേഷ്യം തോന്നി. എൻ്റെ ഒരു അവസരമായപ്പോൾ എന്തിനാണ് നിയമങ്ങൾ അവർ ചേഞ്ച് ചെയ്തത് എന്ന് ചിന്തിച്ചപ്പോൾ മാർത്തയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നി. Those were the days of belief and innocence. It was a very sad and withdrawn girl who dragged into the principal's office the next day. This time he did look me in the eyes. മാർത്ത എന്ന് പറയുന്നത് 14-year-old ഉള്ള ഒരു പെൺകുട്ടിയാണല്ലേ. അതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്ന അവളുടെ ആ ഒരു പ്രായമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയും ഒരു നിഷ്കളങ്കതയുടെയൊക്കെ ഒരു പ്രായമാണ്. അവൾക്കങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസമായി സ്കൂളിലേക്ക് അവൾ വളരെ ദുഃഖിതയായിട്ടാണ് ആ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ഇത്തവണ പ്രിൻസിപ്പൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്. What did your grandfather say? I sat very straight in my chair. He said to tell you he won't pay the $15. എന്നിട്ട് പ്രിൻസിപ്പൾ എന്ത് ചോദിച്ചു? മുത്തശ്ശൻ എന്താ പറഞ്ഞത് മാർത്ത? മുത്തശ്ശൻ എന്താണ് പറഞ്ഞത്? മാർത്ത പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ അവളുടെ ചെയറിൽ വന്നിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, സ്കോളർഷിപ്പ് ജാക്കറ്റിന്
മുത്തശ്ശൻ $15 നൽകില്ല എന്ന് താങ്കളോട് പറയാൻ പറഞ്ഞു. The principal muttered something I couldn't understand under his breath and walked over to the window. He stood looking at something outside. പ്രിൻസിപ്പൽ എന്തോ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ ജനാലയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ടിങ്ങനെ ജനാലയുടെ പുറത്തേക്ക് എന്തോ നോക്കി നിൽക്കുകയാണ്. He looked bigger than usual when he stood up. He was a tall, gaunt man with grey hair, and I watched the back of his head while I waited for him to speak. അപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞിട്ട് നരച്ച മുടിയൊക്കെയുള്ള നല്ല പൊക്കമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ജനലിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ യൂഷ്വലായിട്ട് കാണുന്നതിനേക്കാൾ വലിയ രൂപമായിട്ടാണ് മാർത്തയ്ക്ക് അപ്പോൾ തോന്നിയത്. അപ്പോൾ മാർത്ത ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആകാംക്ഷയോടെ നോക്കിയിരിക്കണം, എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ആര്? നമ്മുടെ മാർത്ത. ഗോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? മെലിഞ്ഞ് സ്കിന്നി ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഗോണ്ട് എന്ന് പറയുന്നത്. വൈ ഹി ഫൈനലി ആസ്ക്ഡ്, Your grandfather has the money. He owns a 200-acre ranch. എന്നിട്ട് അവസാനം പ്രിൻസിപ്പള് ചോദിച്ചു, വൈ, എന്താ കാര്യം? നിൻ്റെ മുത്തശ്ശന് പണമൊക്കെ ഉണ്ടല്ലോ. 200 ഏക്കർ റാഞ്ച്. റാഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? വലിയ കൃഷിയിടം. അപ്പോൾ നിൻ്റെ മുത്തശ്ശന് പണമുണ്ട്, വലിയ റാഞ്ചുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുത്തശ്ശൻ ഈ സ്കോളർഷിപ്പ് ജാക്കിന് $15 നൽകാത്തതെന്ന് പ്രിൻസിപ്പൽ മാർത്തയോട് ചോദിച്ചു. I looked at him, forcing my eyes to stay dry. I know, sir, but he said if I had to pay for it, then it wouldn't be a scholarship jacket. മാർത്ത എന്ത് ചെയ്തു? തൻ്റെ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് പ്രിൻസിപ്പലിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം സർ, മുത്തശ്ശന് എന്താണ് 200 ഏക്കർ പാടവും പണമൊക്കെ ഉണ്ട്. പക്ഷേ മുത്തശ്ശൻ പറയുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് പണം കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകില്ല എന്നാണ്. I stood up to leave. I guess you will just have to give it to Joanne. I hadn't meant to say that. It had just slipped out. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർത്ത എന്ത് ചെയ്തു? പോകുവാനായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് മാർത്ത ഒരു കാര്യം പ്രിൻസിപ്പലിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് തോന്നുന്നത് താങ്കളത് ജോവാന് തന്നെ നൽകണമെന്നാണ്. മാർത്ത അത് അങ്ങനെ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷേ അറിയാതെ അവളുടെ വായിൽ നിന്ന് വീണു പോയതാണ് ആ വാക്കുകൾ. I was almost to the door when he stopped me. Martha, wait. പിന്നെ മാർത്ത ഏകദേശം വാതിലിനോടടുത്തെത്തി. ഇത്രയും പറഞ്ഞിട്ട് മാർത്ത പോയിട്ട് ആ വാതിലിനോടടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വാതിലിനോടടുത്തെത്തിയതും പ്രിൻസിപ്പൽ മാർത്തയെ തടഞ്ഞു. മാർത്ത, നിൽക്കൂ. I turned and looked at him, waiting. What did he want now? I could feel my heart pounding loudly in my chest, and something bitter and vile tasting was coming up in my mouth. I was afraid I was going to be sick. I didn't need any sympathy speeches. He sighed loudly and went back to his big desk. അപ്പോൾ മാർത്ത ഇത് കേട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട് പ്രിൻസിപ്പളിനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇനി അദ്ദേഹത്തിന് വേണ്ടത്, എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നറിയാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നു. പക്ഷേ മാർത്ത അറിയാതെ വായിൽ നിന്ന് വീണ് പോയല്ലേ, ജോവാന് നൽകണം എന്ന് പറഞ്ഞും പോയി. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനാണോ പ്രിൻസിപ്പൾ വിളിച്ചത്? ഇതൊക്കെ ഓർത്തിട്ട് വീണ്ടും മാർത്തയ്ക്കാകെ പേടിയായി. മാർത്തയുടെ ഹൃദയം ഇങ്ങനെ കിടന്ന് ഇടിക്കുന്നത് മാർത്തയ്ക്ക് കേൾക്കായിരുന്നു. മാത്രമല്ല, എന്തോ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്, സുഖകരമല്ലാത്ത ഒരു രുചി ഈ വായിലിങ്ങനെ വന്ന് നിറഞ്ഞു. പെട്ടെന്ന് മാർത്തയ്ക്ക് തോന്നി അവൾക്ക് എന്തോ അസുഖം വരികയാണോ എന്നൊക്കെ അവൾ ഭയപ്പെട്ടു. പിന്നെ എന്താണ്, മാർത്തയ്ക്ക് അർഹതപ്പെട്ടതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്, അത് മാർത്തയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇനി പ്രിൻസിപ്പളിൻ്റെ അനുകമ്പ നിറഞ്ഞ വാക്കുകളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇങ്ങനെയൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർത്ത ഇങ്ങനെ നിൽക്കുകയാണ് വിറച്ചുകൊണ്ട്.
അപ്പോൾ പ്രിൻസിപ്പൽ എന്ത് ചെയ്തു, ഒരു വലിയ നെടുവീർപ്പിട്ടുകൊണ്ട് തൻ്റെ വലിയ ഡെസ്കിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിങ്ങനെ നിന്നു. ഹി വാച്ച്ഡ് മീ ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. വീൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. ഇങ്ങനെ ഡെസ്കിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു. എന്നിട്ടിങ്ങനെ മാർത്തയെ നോക്കുകയാണ് നമ്മുടെ പ്രിൻസിപ്പൽ. ചുണ്ടൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പ്രിൻസിപ്പൽ എന്താ പറഞ്ഞത്, നിൻ്റെ കേസിൽ, ഈ വർഷം നിൻ്റെ കേസിൽ ഞാനൊരു ഇളവ് തരാം. എന്തായിരുന്നു ആ ഇളവ്? ഞാൻ ബോർഡ് അംഗങ്ങളോട് സംസാരിക്കാം, സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് തന്നെ ലഭിക്കും. മാർത്ത പറഞ്ഞ വാക്കുകൾ അല്ലേ, മാർത്ത ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കാര്യം പ്രിൻസിപ്പളിനോട് പറഞ്ഞുവല്ലോ. സോ ദ വേർഡ്സ് ഓഫ് ഗ്രാൻഡ് ഫാദർ മെയ്ഡ് ദ പ്രിൻസിപ്പൽ ഗിൽറ്റി ഓഫ് ഹിസ് ഡിസിഷൻ അല്ലേ. തൻ്റെ തീരുമാനത്തിലൊരു പശ്ചാത്താപം തോന്നി പ്രിൻസിപ്പളിന്. അതുകൊണ്ടായിരിക്കാം പ്രിൻസിപ്പൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. ഐ സ്പോക്ക് ഇൻ എ ട്രെംബ്ലിംഗ് റഷ്. ഓ താങ്ക് യു സർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. മാർത്തയ്ക്കാണെങ്കിൽ ഈ വാക്കുകൾ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലേ. അത്രയും നേരം ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് $15 വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിൻസിപ്പൽ ഇപ്പോൾ പറയുകയാണ്, ഇല്ല ഞാൻ ബോർഡ് അംഗങ്ങളോട് സംസാരിക്കാം, നിനക്കത് തരാം എന്ന് പറഞ്ഞ ആ വാക്കുകൾ മാർത്തയ്ക്ക് വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് തന്നെ ആ വിറയലോട് കൂടി തന്നെ മാർത്ത പ്രിൻസിപ്പലിന് നന്ദി പറഞ്ഞു. അപ്പോൾ മാർത്ത വളരെ ഹാപ്പിയായി അല്ലേ. I didn't know about adrenaline in those days, but I knew something was pumping through me, making me feel as tall as the sky. I wanted to yell, jump, run the mile, do something. പിന്നെ എന്താണ് മാർത്തയുടെ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? മാർത്തയുടെ ആ ഫീലിംഗ് എന്തായിരുന്നു? മാർത്തയ്ക്ക് ഇങ്ങനെ താൻ ആകാശത്തോളം ഉയർന്നു പൊങ്ങുന്നതായിട്ടോ, ഇങ്ങനെ ഉറക്കെ നിലവിളിക്കണമെന്നോ ഓടണമെന്നോ ചാടണമെന്നോ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുകയാണ് ആർക്ക്? നമ്മുടെ മാർത്തയ്ക്ക്. പക്ഷേ മാർത്തയ്ക്ക് ആ സമയത്ത് ആ പ്രായത്തിൽ എഡ്രീനലിനെ കുറിച്ചൊന്നും അറിവില്ല. എഡ്രീനലിൻ എന്ന് വെച്ചാൽ എന്താണ്? എഡ്രീനലിൻ ഇസ് എ സെക്രീഷൻ ഓഫ് ഹ്യൂമൻ ബോഡി whenever you are excited, afraid or angry. അപ്പോൾ ആ ഒരു അഡ്രീനലിനെ കുറിച്ച് വിശദമായിട്ടൊന്നും മാർത്തയ്ക്ക് ആ പ്രായത്തിൽ അറിയില്ല എങ്കിലും അതിൻ്റെ ഒരു പ്രസൻസ് മാർത്തയ്ക്ക് ഫീൽ ചെയ്തു. I ran out so I could cry in the hall where there was no one to see me. എന്നിട്ട് എന്ത് ചെയ്തു? അവൾക്ക് ഉറക്കെ ഒന്ന് കരയണമെന്ന് തോന്നിയല്ലേ. അതിനായിട്ട് അവൾ ഹോളിലേക്ക് ഓടി. ഹോളിലേക്ക് എന്തിനാണ് ഓടുന്നത്? അവിടെ ആകുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞാലും ആരും തന്നെ അവളെ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് അവൾ ഹോളിലേക്ക് ഓടി. At the end of the day, Mr. Smith winked at me and said, I hear you are getting the scholarship jacket this year. അപ്പോൾ അന്ന് വൈകുന്നേരം മിസ്റ്റർ സ്മിത്ത് മാർത്തയെ കണ്ടു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അറിഞ്ഞു, ഞാൻ കേട്ടു, ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്നത് മാർത്തയ്ക്കാണെന്ന് ഞാൻ കേട്ടു. His face looked as happy and innocent as a baby's, but I knew better. Without answering, I gave him a quick hug and ran to the bus. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ സ്മിത്തിൻ്റെ മുഖം ആ കുട്ടികളുടേതുപോലെ നിഷ്കളങ്കമായിട്ടുള്ളൊരു സന്തോഷം ഇങ്ങനെ നിറഞ്ഞു. അപ്പോൾ മാർത്തയ്ക്ക് അറിയാമല്ലേ മിസ്റ്റർ സ്മിത്ത് എന്ന് പറയുന്നത് മാർത്തയുടെ ഫേവറിന് വേണ്ടിയിട്ട് സംസാരിച്ച മാർത്തയോട് ഇഷ്ടമുള്ളൊരു സാറാണെന്ന് മാർത്തയ്ക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ മറുപടിയായിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മാർത്ത തൻ്റെ ഹിസ്റ്ററി അധ്യാപകനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു അല്ലേ. എന്നിട്ട് ബസ്സിനടുത്തേക്ക് ഓടി. I cried on the walk home again, but this time because I was so happy. അപ്പോൾ ഇത്തവണയും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പ് മുതൽ വീട് വരെ ഞാൻ കരഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഒരു മാറ്റമുണ്ട്. എന്താണ്? ഇപ്രാവശ്യം ഞാൻ സന്തോഷത്തിൻ്റെ ആ ഒരു ആധിക്യത്തിലാണ് കരയുന്നത്. സന്തോഷം സഹിക്കവയ്യാതെയാണ് കരയുന്നത്, വിഷമം കൊണ്ട് അല്ല. I couldn't wait to tell grandpa and ran straight to the field. മാത്രമല്ല വീട്ടിൽ ചെന്ന പാടെ ആ മുത്തശ്ശനോട് ഈ കാര്യം അങ്ങ് പറഞ്ഞോളാൻ വയ്യ മാർത്തയ്ക്ക് അല്ലേ. അതിനായിട്ട് മുത്തശ്ശൻ പാടത്തു നിന്ന് വരുന്നതൊന്നും കാത്തു നിൽക്കാനായിട്ടൊന്നും മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. മാർത്ത ഓടി എന്ത് ചെയ്തു? പാടത്തേക്ക് പോയി. I joined him in the row where he was working
and without saying anything, I crouched down and started to pulling up the weeds with my hands. പിന്നെ എന്ത് ചെയ്തു, മുത്തശ്ശൻ അവിടെ പാടത്തിങ്ങനെ കുനിഞ്ഞു നിന്ന് പണി ചെയ്യുകയാണ്. മാർത്തയും ആ മുത്തശ്ശനോടൊപ്പം ചേർന്നിട്ട് ഇങ്ങനെ ക്രൗച്ച്ഡ് എന്ന് വെച്ചാൽ ബെൻഡ് ചെയ്ത് നിൽക്കുക, കുനിഞ്ഞു നിന്നിട്ട് ഈ കളകൾ നീക്കാൻ തുടങ്ങി. Grandpa worked alongside me for a few minutes, but he didn't ask what had happened. After I had a little pile of weeds between the rows, I stood up and faced him. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ മാർത്തയും ഗ്രാൻഡ്പായും കൂടെ ഒരുമിച്ച് നിന്ന് പണിയെടുക്കുകയാണ്. എന്നാലും ഗ്രാൻഡ്പ മാർത്തയോട് എന്താണ് സംഭവിച്ചത്, സ്കൂളിൽ എന്ത് സംഭവിച്ചു, ഞാൻ പറഞ്ഞ കാര്യം പ്രിൻസിപ്പളിനോട് പറഞ്ഞോ, ഇങ്ങനെയൊന്നും ഒരു കാര്യവും മുത്തശ്ശൻ നമ്മുടെ മാർത്തയോട് ചോദിച്ചില്ല. അപ്പോൾ മാർത്ത എന്ത് ചെയ്തു, ഈ വീഡ്സ് എല്ലാം കൂടെ ഒരു പൈൽ എന്ന് വെച്ചാൽ ഇങ്ങനെ കൂന കൂട്ടി ഈ റോയുടെ ഇടയ്ക്കിട്ടിട്ട് മുത്തശ്ശൻ്റെ നേരെ നിന്നു. The principal said, "He is making an exception for me, Grandpa, and I am getting the jacket after all. That's after I told him what you said." മുത്തശ്ശ, പ്രിൻസിപ്പൽ എനിക്ക് ജാക്കറ്റ് നൽകാമെന്ന് സമ്മതിച്ചു. എനിക്ക് മാത്രമായിട്ട് ഒരു ഇളവ് തരാം, ജാക്കറ്റ് എനിക്ക് തന്നെ കിട്ടുമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. ഞാൻ മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞപ്പോഴാണ് പ്രിൻസിപ്പൾ ഇക്കാര്യം എന്നെ അറിയിച്ചത്. Grandpa didn't say anything. He just gave me a pat on the shoulder and a smile. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. ഇത്തവണയും ഗ്രാൻഡ്പ ഒന്നും പറഞ്ഞതൊന്നുമില്ല. നമ്മുടെ മാർത്തയുടെ ചുമലിൽ ഇങ്ങനെയൊന്ന് സ്നേഹത്തോടെ തട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, എപ്പോഴും മുത്തശ്ശൻ തൻ്റെ ബാക്ക് പാക്കിലൊരു ക്രംബിൾഡ് എന്ന് വെച്ചാൽ ചുളിഞ്ഞ ഒരു റെഡ് ഹാൻഡ്കർച്ചീഫ് കൊണ്ടുപോകുമായിരുന്നു പാടത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ അതെടുത്ത് തൻ്റെ വിയർപ്പൊക്കെ ഒന്ന് തുടച്ചു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. I gave him a big grin. He didn't fool me. I skipped and ran back to the house whistling some silly tune. എന്നിട്ട് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, വേഗം ചെന്ന് മുത്തശ്ശിക്ക് സപ്പറിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കൂ എന്ന് മുത്തശ്ശൻ മാർത്തയോട് പറഞ്ഞു. നമ്മുടെ മാർത്ത എന്ത് ചെയ്തു, ഗ്രാൻഡ് ഫാദറിനെ നോക്കിയൊന്ന് ഇളിച്ച് കാണിച്ചു. അല്ലെ, ഗ്രിൻ എന്ന് വെച്ചാൽ എന്താണ്, ബ്രോഡ് സ്മൈൽ ഷോയിങ് ഓൾ യുവർ ടീത്ത്. പല്ലെല്ലാം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക, അതിനെ നമ്മൾ ഗ്രിൻ എന്ന് പറയുന്നത്. അതുപോലെ ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ ചാടിത്തുള്ളി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. So, The Scholarship Jacket is a short story by Marta Salinas. The narrator of the story is a 14-year-old girl, Marta. So, Marta was a very diligent, focused and hard-working student. She got a straight A+ from 1st standard to 8th standard. But she had to encounter a lot of obstacles to possess the coveted scholarship jacket that meant for students who maintained the A+ grade for 8 years. But in the end, the hard work paid off. Marta got the scholarship jacket. So, this short story, The Scholarship Jacket, highlights the importance of self-esteem, value of hard work, the value of recognition that we earned with hard work, perseverance and determination. Also, it highlights importance of fighting for our rights. Hope you enjoyed this lesson. Until next class.